ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ഇന്ത്യയും യുകെയും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ലണ്ടനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ ചരിത്രപരമായ ദിവസമാണിതെന്ന് സംയുക്ത പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം യുകെ കൈക്കൊണ്ട ഏറ്റവും വലുതും നിർണായകവുമായ വ്യാപാര കരാറാണ് ഇന്ത്യയുമായി ഒപ്പുവച്ചതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പ്രതികരിച്ചു. 2 ദിവസത്തെ യുകെ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മാൽദ്വീപ്സിലെത്തും. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മാൽദ്വീപ്സിന്റെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ ശ്രീ നരേന്ദ്രമോദി മറ്റന്നാൾ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ദേശീയ സഹകരണ നയം 2025 കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ ദേശീയ സഹകരണ നയം നിർണായക സംഭാവനകൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. താഴെത്തട്ടിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തി അഭിവൃദ്ധി എന്ന ദർശനം സാക്ഷാത്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ 66 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പ്രകാരം 50,000 രൂപ വീതം സഹായം ഇവർക്ക് കൈമാറി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സൃഷ്ടിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ 2ാം ഘട്ട ക്യാമ്പസ് നിർമ്മാണത്തിനായി 28 ഏക്കർ ഭൂമി കൈമാറാനും ധാരണയായി. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മന്ത്രിസഭായോഗം ദുഃഖം രേഖപ്പെടുത്തി. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇതിനായി 831 കോടി രൂപ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1,600 രൂപ വീതം ലഭിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പൊളിക്കേണ്ട നിലയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് ദ്രുതഗതിയിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. പുതിയ സ്കൂൾ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടും പലയിടത്തും പഴയ സ്കൂൾ കെട്ടിടങ്ങൾ അതുപോലെ നിലനിൽക്കുകയാണ്. ഇവ പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ഹയർ സെക്കൻഡറി തലത്തിലെ പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന് തുടക്കം കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇതിന്റെ ഭാഗമായി പൊതുജന അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനുള്ള ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം ജില്ലയിൽ മുണ്ടിനീര് ബാധിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയരുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ മാസം 117 പേർക്കാണ് ജില്ലയിൽ മുണ്ടിനീര് സ്ഥിരീകരിച്ചത്. കുട്ടികളിലും യുവാക്കളിലുമാണ് ഏറ്റവും കൂടുതൽ രോഗബാധ. രോഗിയുമായുള്ള അടുത്ത സമ്പർക്കമാണ് മുണ്ടിനീര് പകരാൻ പ്രധാന കാരണം. കാസർകോട് ടാങ്കർ ലോറി മറിഞ്ഞ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട് സൌത്ത് മുതൽ ഐങ്ങോത്ത് വരെ 3 വാർഡുകളിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. സ്കൂൾ, അങ്കണവാടി, കടകൾ ഉൾപ്പെടെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. രാവിലെ 8 മണി മുതൽ സൌത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്യും. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റ് ഉപകരണങ്ങളോ ഉപയോഗിക്കാനോ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപകടം നടന്ന സ്ഥലത്ത് വീഡിയോ ചിത്രീകരണം, പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം തുടങ്ങിയവ പൂർണ്ണമായും നിരോധിക്കും. നാളെ ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നതുവരെ വൈദ്യുതി ബന്ധം ഉണ്ടായിരിക്കില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 70 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 70 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം മുതൽ ഇടുക്കി വരെ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 358 റൺസിന് പുറത്ത്. 4 വിക്കറ്റിൽ 264 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ഇന്നലെ അവസാനിപ്പിച്ച ഇന്ത്യ 2ാം ദിവസമായ ഇന്ന് 94 റൺസ് കൂടി ചേർക്കുന്നതിനിടെ പുറത്താവുകയായിരുന്നു. പരമ്പരയിൽ 2-1 പിന്നിലുള്ള ഇന്ത്യയ്ക്ക് ഈ മത്സരം നിർണായകമാണ്. അങ്കാറ എയർലൈൻസിന്റെ റഷ്യൻ വിമാനം അമൂർ പർവ്വത മേഖലയിൽ തകർന്നു വീണ് 49 യാത്രക്കാരും മരിച്ചു. 5 കുട്ടികളും 6 ജീവനക്കാരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. റഷ്യ ചൈന അതിർത്തിയായ ടിൻഡയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗിന് തൊട്ടുമുൻപ് വിമാനം തീ പിടിക്കുകയും വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുമായിരുന്നു. മോശം കാലാവസ്ഥയും കാഴ്ച പരിമിതിയുമാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. സൈബീരിയൻ എയർലൈൻസായ അങ്കാരയുടെ അന്റോനോവ് N-24 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.